ഒരു മിനിറ്റ് അമ്മേ. അമ്മേ, ഈ സാരി കല്യാണിക്ക് ഞാൻ വാങ്ങിക്കൊടുത്തതല്ല. മികച്ച ബ്രാൻഡ് അംബാസിഡർ അവാർഡ് ലഭിച്ച കല്യാണിക്ക് പ്രശസ്ത മോഡൽ മിസ്റ്റർ വിമൽ കുമാർ അയച്ചു കൊടുത്ത ഗിഫ്റ്റ്. ഈ കവറിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കൊറിയറിൽ വന്നതാ. കല്യാണി ദാസ് കെയർ ഓഫ് ആനന്ദ് കൃഷ്ണൻ തൃച്ചംബരം എന്ന അഡ്രസ്സിൽ വന്നതുകൊണ്ട് ഞാൻ റിസീവ് ചെയ്ത് ഇവൾക്ക് കൊടുത്തു. അത്രേ ഉള്ളൂ. എന്താ പ്രിയങ്ക, കേട്ടില്ലേ? സി, ഈ വീട്ടിൽ വെച്ച് ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ചു കൂട്ടി വെറുതെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്. ഏഷണി പറഞ്ഞു തരാൻ പലരും കണ്ടെന്നിരിക്കും. സൂക്ഷിച്ചാൽ നിനക്കേ കൊള്ളാവൂ. അല്ലെങ്കിൽ വന്നു കയറാൻ പോകുന്ന മരുമകളാണെന്ന കാര്യമൊക്കെ ഞാൻ ചിലപ്പം മറന്നു വരും. Better you mind it. Sorry, Auntie. Sorry, Anand. കല്യാണി, ക്ഷമിക്ക. ഞാൻ ഇങ്ങനെയൊന്നും ഉണ്ടാവുന്ന പ്രതീക്ഷയല്ല. സോറി. അയ്യോ വലിയ, ആ മുഖത്തിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരാൻ പാടില്ല. എന്തിനാ സോറിയും ക്ഷമയൊക്കെ? ഞാൻ കാരണമല്ലേ കല്യാണിക്ക് ഇങ്ങനെ? ഏയ്, അതൊന്നും ഒന്നുമല്ല. വലിയ വേണ്ടി ഈ ജീവൻ കളയേണ്ടി വന്നാലും ഞാൻ ഇതെന്താ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന? നമ്മളല്ലെങ്കിലും ഒറ്റയ്ക്കല്ലേ. എല്ലാരും ഉണ്ടെങ്കിലും ആരും ഇല്ലാത്ത പോലെ. ഒരു അനാഥ ജന്മം. ആരും ശ്രദ്ധിക്കാൻ പോലും ഇല്ല. അയ്യോ, കഷ്ടായല്ലോ. എല്ലാരും കൂടി ഇപ്പൊ എവിടെ പോയോ എന്തോ ഇങ്ങനെ ഒറ്റപ്പെടാൻ. അന്തനെ വെറുതെ അങ്ങനെ കളിയാക്കല്ലേ. ഞാൻ സീരിയസ് ആയിട്ടാ. ഒന്നില്ലെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ മറ്റൊരാൾ നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ലെന്നാ പറയാറ്. ദേ നോക്ക്, നിന്നെ ഇതിനു മുമ്പ് ആരെങ്കിലും ഇങ്ങനെ ഇഷ്ടപ്പെടണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിന്നോടുള്ളത് നല്ല ചെമ്പരത്തി പൂ പോലത്തെ ഇഷ്ടം. അതറിയോ നിനക്ക്? ചെമ്പരത്തി പൂവിന്റെ ഇഷ്ടം? അതെന്തോന്ന് ഇഷ്ടം? ആദ്യമായിട്ട് കേൾക്കുവാണല്ലോ. അതൊരു തരം പ്രാന്തമായിട്ടുള്ള ഇഷ്ട. കൈൻഡ് ഓഫ് യൂണീക് ലവ്. ഓ ആയിക്കോട്ടെ. ഇപ്പൊ ഈ ചെമ്പരത്തിക്കാരന് എന്താണവ വേണ്ടത്? ഒരു
ചെമ്പരത്തി പൂ പറിച്ചു തന്നാ ഈ ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലൊക്കെ മാറുവോ? മാറും. പക്ഷെ ചെമ്പരത്തി പൂ മാത്രം പോരാ, ഒരു കൂടെ വേണം. എന്തോന്ന്? ഊന്നല്ല, കിസ്. ഓ അത് ശരി. ആ അപ്പൊ അതാണ് കാര്യം. എന്നാലേ കിസ്സൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. മോൻ ഇനിയെങ്കിലും ഓഫീസിൽ പോയി വല്ല ജോലി ഉണ്ടെങ്കിൽ അത് നോക്ക്. രാവിലെ ഗൂഗിൾ നോക്കി കുറെ സെന്റിമെന്റൽ ഡയലോഗും പഠിച്ചോണ്ട് വന്നിരിക്കുക ഒരു കാമദേവൻ. സ്റ്റോപ്പിഡ്. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങള്. പഴയ അരവിന്ദനെ നിനക്ക് അറിയാലോ. ഞാൻ ഫോണൊന്ന് ടച്ച് ചെയ്താ മതി, പറന്നു വരും പെൺപിള്ളേര്. കാണണം, കാണിക്ക്. പെൺപിള്ളേര് വരുന്നത് കാണട്ടെ. കാണിക്ക് പെൺപിള്ളേര് വരുന്നത്. നീ എന്നെ വെറുതെ വാശി പിടിപ്പിക്കരുത്. വാശെങ്കി വാശി തന്നെ. വിളിക്കേ, ഞാനൊന്ന് കാണട്ടെ ഏതവള ഇങ്ങോട്ട് കയറി വരുന്നതെന്ന്. എങ്കിലേ ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാട്ടാ. മുത്തേ, എവിടെയുണ്ട്? ഒന്ന് കാണണല്ലോ. ആണോ? പെട്ടെന്നൊന്ന് കാണണല്ലോ. ഞാനിവിടെ തൃച്ചം വരുത്തുണ്ട്. ശരി, അപ്പൊ ഞാൻ വിളിക്കാം. ഹലോ ഹലോ. സുഖാണ്. എത്രയായിട്ടാ? 58. Keep the change. മാറിപ്പോയല്ലോ. ഇപ്പൊ ഒരു ചുന്തര കുട്ടനായി. ഒരു സെൽഫി എടുക്കാം. ഇതെന്ത്? വേണ്ട, നന്ദന, ഇത് ഞാൻ വിളിച്ചു വരുത്തി ഒന്നല്ല. ഇങ്ങനെയൊന്നും നോക്കല്ലേ, എനിക്ക് സത്യമായിട്ട് അറിഞ്ഞൂടാ. സത്യം. നീ ഏതാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഷെടാ, ഇപ്പൊ അറിയാത്ത പോലെ വർത്താനം പറയുന്ന നോക്ക്. കള്ളൻ. കള്ളനാ? എനിക്കറിയില്ല. നിന്നെ നീ ആരാ? ഞാൻ പറയില്ല. ഒന്ന് ഓർത്തു നോക്കിയേ, പണ്ട് നമ്മൾ ഒരുമിച്ച് ഒന്ന് ഓർത്ത് നോക്കിയേ. പണ്ട് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോ എന്തായിരുന്നു? ദൈവമേ, തോലഞ്ഞ. നന്ദനെ, എന്നെ വിശ്വസിക്കുക ആരാണെന്ന് എനിക്കറിയില്ല. സത്യമായിട്ട് നിന്നാണ് സത്യം. പോലെ അറിഞ്ഞൂടാ. സത്യമായിട്ട് നിന്നാണ് സത്യം. ഹലോ, എന്താ ഇവിടെ ഒരു ബഹളം? ആന്റി, പ്രേമേ, അയ്യോ പ്രേമേ. ആന്റി, നീ എപ്പ എത്തി? വരുന്ന വിവരം ഒന്നും വിളിച്ചു പറയാത്ത എന്താ? വണ്ടി അയക്കായിരുന്നില്ലേ? സാരമില്ല ആന്റി, ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചിങ്ങ് പോന്നു. ഓ, അത് നന്നായി. നീ വന്നേ. അരവിന്ദേ, പ്രേമ ഓർമ്മയുണ്ടോ? എന്റെ ആങ്ങളയുടെ മോളാ.
ജയന്തിയുടെ ഇളയതേ പ്രേമ. നീ ഇവളെ ചെറുതായിരുന്നപ്പോ കണ്ടതാ, ഒരു 10-12 വർഷം മുമ്പ്. അന്ന് ഇവളിവിടെ വെക്കേഷന് വന്ന് നിന്നിട്ടുണ്ട്. നീ ഇവള് എപ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് ജ്യൂസ് മോഷ്ടിച്ച് കുടിക്കുമായിരുന്നു. അതായിരുന്നല്ലേ നമ്മൾ ഒരുമിച്ച് ചെയ്തിരുന്നത്. ഞാനങ്ങ് പേടിച്ചു പോയി. ആ, നീ വന്നേലേ ഉള്ളൂ, ക്ഷീണം കാണും. ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ചേച്ചിയും ചേട്ടനെയും കാണാൻ. ഓക്കെ ആന്റി. ആ അരവിന്ദേട്ടാ, നമുക്കൊന്ന് കാണണം. ഇനി ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കാണാലോ. ഇപ്പൊ പോയി മോള് ഫ്രഷ് ആവേ. വാ. എന്താണ് ഒരു ചിരി? മനുഷ്യനെ വെറുതെ തീറ്റിട്ട് പേനായിട്ട്. അയ്യോ അരവിന്ദ്, സോറി അരവിന്ദ് സോറി. സഹദേവൻ എന്തായി കാണിക്കുന്നത്? വേണ്ട, നീ ഇങ്ങ് പോന്നേക്ക്. എടാ, നമ്മുടെ മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട് പോരെ ബിസിനസ് ഒക്കെ? ആ മനസ്സിലായി. ആ അതെ, ആ ഷേക്കിന്റെ സെക്രട്ടറി നമ്മുടെ പുത്തൻതോപ്പിലെ ഇഗ്നേഷ്യസിന്റെ അനിയന. അവനെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഓ ശരി ശരി, നീ എന്താന്ന് വെച്ചാൽ അയക്കും. അഖില സമ്മതിക്കൊന്നും തോന്നുന്നില്ല. നീ തന്നെ നേരിട്ട് വിളിച്ചങ്ങ് പറഞ്ഞാൽ മതി. ഏതായാലും നീ കഴിവതും വരാൻ നോക്ക്. ഓക്കെ, ശരി. ശിവരാമേട്ട, നിന്റെ കെട്ടിയനായിരുന്നു ഫോണില്. അവനെ ബിസിനസ് തലക്ക് പിടിച്ചെന്നാ തോന്നുന്നത്. യുഎയില് ചില ലൈസൻസ് ഇഷ്യൂല് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ. കല്യാണത്തിന് പോലും എത്താൻ പറ്റുമെന്ന് സംശയം അവൻ പറയുന്നത്. അയ്യോ, അല്ല ഇതാരാ മനസ്സിലായില്ല? അയ്യോ, അപ്പൊ ശിവരാമേട്ട മറന്നുപോയോ? ഈ വീട്ടിലുള്ളവർക്കെല്ലാം എന്താ പറ്റിയത്? ഇതെന്റെ ആങ്ങളയുടെ മോളല്ലേ, ജയന്തിയുടെ ഇളയത് പ്രേമ. ഓ, ഇങ്ങനൊരു സാധനം കൂടെ ഉള്ളത് ഞാനങ്ങ് മറന്നു. എന്താ ഇപ്പൊ പെട്ടെന്ന്? പ്രത്യേകിച്ച് എന്തെങ്കിലും? ഇവള് പാവാ ശിവരാമേട്ട. നമ്മുടെ അഖിലേച്ചിയുടെ സെക്രട്ടറി കമലയുടെ ലീവ് വേക്കൻസിയില് ഇവളെ നിയമിച്ചൂടെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ഇവള് അവളെക്കാളും മിടിക്കുക. എക്സ്പീരിയൻസ് കുറവാണെന്നേ ഉള്ളൂ. അതെ അതെ, ഇവളുടെ മൂത്തവളുടെ മിടുക്ക് കൂടിയതുകൊണ്ടാ മറ്റൊരു പെണ്ണിനെ കെട്ടാനിരുന്ന ചെറുക്കനെ മണ്ഡപത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി കെട്ടിയത്. ഇനി എക്സ്പീരിയൻസും കൂടെ ആകുമ്പോ അതിനേക്കാളും വല്ലതും ഇവള് ചെയ്തു വെക്കുന്ന എന്റെ സംശയം അല്ലേ? അയ്യോ, കഷ്ടം. ഇത് അതുപോലൊന്നും അല്ല ശിവരാമേട്ടാ. ഇവള് ബിസിനസ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചതാ, BBA. സർട്ടിഫിക്കറ്റ് ഇല്ലെന്നേ ഉള്ളൂ. സ്വഭാവമാണെങ്കിൽ നല്ല 10 മാറ്റാ. അതെന്താ വിലാസിനി, ഈ കുട്ടി പഠിച്ചത് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത യൂണിവേഴ്സിറ്റിയിലാണോ? അതല്ല അങ്കിൾ, അവസാന വർഷം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാ. അതെന്താ അറ്റൻഡ് ചെയ്യാത്തത്? അതെ, ഇവക്ക് ചിക്കൻ ബോക്സ് വന്ന കിടപ്പിലായി പോയി. അയ്യോ പാവ, അതിനുശേഷം ഇങ്ങനെ മെലിഞ്ഞു പോയത്. അതിനു മുമ്പ് നല്ല പുഷ്ടി ഉണ്ടായിരുന്നു. ഒരു വർഷം ചിക്കൻ ബോക്സ്. അതെന്താ വെക്കട്ടെ, ഏതായാലും അവള് വന്നതല്ലേ ഉള്ളൂ. നല്ല യാത്രാക്ഷീണം കാണും. ചേച്ചിയെ പോലെ വിശപ്പുള്ള കൂട്ടത്തിലാണോ നീയും? നന്നായിട്ട് ആഹാരം കഴിക്കൂ. ഞാൻ ഡയറ്റില്ല. ഈ വർഷം മിസ് കേരളയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോ നീ അവൾക്ക് നല്ല ഡയറ്റിനുള്ള ആഹാരം കൊടുക്ക. എനിക്ക് പുറത്തേക്കൊന്ന് അത്യാവശ്യം പോണം. PA നിയമനമൊക്കെ അഖില വന്നിട്ട് ആലോചിക്കാം. അപ്പോ നടക്കേണ്ട കാര്യങ്ങൾ. അഡ്വാൻസ് ബെസ്റ്റ് വിഷസ് ഫോർ ദ മിസ് കേരള കോമ്പറ്റീഷൻ. താങ്ക് യു അങ്കിൾ. ചേടാ, അഖിലാണ്ടേശ്വരി നിന്നെ വരട്ടോന്ന് വിചാരിച്ചാ ഇങ്ങേരടുത്ത് വന്നത്. ഇതിപ്പോ ഇങ്ങേര അതിനേക്കാൾ വിളഞ്ഞ കേസാണല്ലോ. മച്ചു, നിനക്കിത് എന്തു പറ്റി? എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ മണിക്കൂർ 1 ആയി.
നീ ഒന്നും പറയുന്നുമില്ല. ഞാൻ പോണോ നിക്കണോ? എന്താടാ പ്രശ്നം? എടാ, അത് അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നാലും മാങ്ങാത്തൊലി, നീ കാര്യം പറയുന്നുണ്ടോ? ഏയ്, ഒന്നുമില്ലടാ. ഇന്ന് ഞാൻ കല്യാണിയോട് സംസാരിച്ചപ്പോ എന്തോ ഒരു പ്രശ്നം എനിക്ക്. കല്യാണിയുടെ കണ്ണുകളെ നോക്കി സംസാരിക്കാൻ കഴിയുന്നില്ല. എന്തോ ഒരു ഡിസ്റ്റർബൻസ് പോലെ. അങ്ങനെ വഴിക്ക് വരട്ടെ കാര്യങ്ങൾ. നീ ഇത്ര ടെൻഷൻ അടിച്ചപ്പോഴേ കല്യാണിയുടെ കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നി. നിനക്ക് അവളുടെ കണ്ണുകളെ നോക്കി സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ റൂട്ടിലേക്കായി എന്നർത്ഥം. ഈ അവസ്ഥയ്ക്കാണ് മച്ചു പച്ച മലയാളത്തിൽ കൊടുമ്പിരി കൊണ്ട പ്രേമം എന്ന് വിശേഷിപ്പിക്കുന്നത്. തുടങ്ങി. ഇതാ നിന്നോട് ഞാനൊരു കാര്യം പറയാൻ പഠിക്കുന്നത്. നീ ഇതിനെ വെറുതെ പ്രേമമൊന്നും പേരിട്ട് വിളിക്കണ്ട. ഇതൊന്നും അല്ല. ഇത് ജസ്റ്റ് ഒരു സൈക്കിക് പ്രോബ്ലം. അതിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനാ ഞാൻ. എന്തോന്ന് ഡിസ്കഷൻ? കമോൺ ആനന്ദേ, നിനക്കറിയാലോ പ്രണയത്തിൽ ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ആ ലോഗോ കണ്ണുകൾ കല്യാണിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ നീ കല്യാണിയെ പ്രണയിച്ചു തുടങ്ങി. അതാണ് സത്യം. നീ പറയാറില്ലേ കല്യാണിയോട് നിനക്ക് വെറും സൗഹൃദമാണ്, പ്രണയമല്ലെന്ന്? ഒരുപക്ഷെ മുമ്പ് അങ്ങനെ ആയിരുന്നിരിക്കാം. എന്നാൽ ഇന്നത് മാറിയതിന്റെ ലക്ഷണമാണ് നിനക്കിപ്പോ കല്യാണിയുടെ കണ്ണുകളെ നോക്കി സംസാരിക്കാൻ കഴിയാത്തത്. യു നോ വാട്ട്? ഒരു മനുഷ്യനും പ്രണയം ഒരുപാട് നാള് മറച്ചു വെക്കാൻ കഴിയില്ല ആനന്ദേ. അത് വെള്ളത്തിലെ കുമിള പോലെയാ, പുറത്തു വന്ന് പൊട്ടിയേ പറ്റൂ. ഓ മതി നിന്റെ ഫിലോസഫി. നിന്നോട് പറഞ്ഞത് ഇപ്പൊ കുഴപ്പമായത്. അന്തരീക്ഷത്തിൽ ഇല്ലാത്തത് മെജീഷ്യനെ പോലെ ഉണ്ടാക്കി തരുന്നീ. പെട്ടെന്ന് നമ്മളങ്ങ് വിശ്വസിച്ചു പോകും. അതാ കുഴപ്പം. ഒരു കുഴപ്പമില്ല. നീ ഈ പറയുന്ന പ്രണയവും സൗഹൃദവും തമ്മിലെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു നൂലിഴ വ്യത്യാസം. ഒരാളോടുള്ള സൗഹൃദം എപ്പ മനസ്സിനെ മധുരമായി ശല്യപ്പെടുത്തി തുടങ്ങുന്നു, അപ്പോഴതിനെ പ്രണയം എന്ന ചെല്ലപ്പേരിട്ട് വിളിക്കാം നമുക്ക്. അത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന സത്യമാണ് മച്ചു. അപ്പോഴാ ചുട്ടുപൊള്ളുന്ന വെയിലത്തേക്ക് ഇറങ്ങുമ്പോഴും നിലാവാണെന്നൊക്കെ തോന്നി തുടങ്ങുന്നത്. അയ്യോ, കവിതയൊന്നും വേണ്ട. ഇപ്പൊ തന്നെ മനസ്സാകെ കൺഫ്യൂസ്ഡ്. കൺഫ്യൂഷൻ കണ്ടില്ലേ? പ്രണയം ചേക്കേറുന്ന കൊമ്പാണ് കൺഫ്യൂഷൻ. മനസ്സിങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കും, സുഖമുള്ള ഒരു നോവായിട്ട്. തൽക്കാലം മോൻ ആ നോവിന്റെ സുഖത്തിൽ, ഈ നിലാവിന്റെ വെളിച്ചത്തിൽ ഏകാന്തത ആസ്വദിച്ച് നിൽക്കും. നേരം വൈകി, ഞാൻ പോവാ. ഗുഡ് നൈറ്റ്. ഇന്ന് വരുമോ? നമസ്കാരം. അതെ, അരമണിക്കൂറാ നിങ്ങൾ വൈകിയത്. ഇന്ന് മുഹൂർത്തം ഉള്ളതുകൊണ്ട് കൊള്ളാം. ഇന്നത്തെ ആവശ്യം നിങ്ങളാണല്ലോ. എന്നാ പിന്നെ കുറച്ചു നേരം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യട്ടെ എന്ന് കരുതി കാണും. വിലാസിനി, വേണ്ട. അതല്ല ശിവരാമേട്ട, ഇതൊക്കെ ഇപ്പൊ തിരുത്തിയില്ലെങ്കിലേ പിന്നെയും പിന്നെയും ആവർത്തിക്കും. അതാ. വിലാസിനെ, നിന്നോടല്ലേ വായടച്ചു വെക്കാൻ പറഞ്ഞത്? ആ ശരി.
സുബ്രഹ്മണ്യം, രണ്ടു മരുമക്കൾക്കും മിന്നു കെട്ടാനുള്ള താലി പൊന്നുരുക്കി പണിയാൻ വേണ്ടിയാ നിങ്ങളോട് വരാൻ പറഞ്ഞത്. നിങ്ങളുടെ അസിസ്റ്റന്റ് വന്നെല്ലാം ഒരുക്കി, പക്ഷെ നിങ്ങൾ വരാൻ താമസിച്ചു. പൊന്നു കൊണ്ടുവരാൻ പോയതാ മാഡം, കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ റെഡിയാക്കി തരാം. ശരി, എന്നാ തുടങ്ങിക്കോളൂ. മാഡം, ആരെങ്കിലും ഈ നിലവിളക്കൊന്ന് തെളിയിക്കണം. കല്യാണി മാഡം.